പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നേരെ എഴുന്നേറ്റ് ഇറങ്ങിയത് അടുക്കള വാതിക്കലോട്ടാണ്. ഇന്ന് നമുക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. അപ്പൊ ഇവൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഇങ്ങ് പോന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ, പഴവോ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ ഇട്ട് കൊടുക്കും. അതൊക്കെ വന്ന് തിന്നുകൊണ്ട് പോകും. അപ്പം ആ സമയത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കത്തില്ല, ആൾ ഓടിപ്പോകും. അതുകൊണ്ട് ഞാൻ നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ തക്കാളിയും കൂടെ അങ്ങ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ തക്കാളിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ കിളിയൊക്കെ വന്ന് കൊത്തി അങ്ങ് കഴിക്കും, പിന്നെ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആ തക്കാളി എല്ലാം പറിച്ചിട്ട് നേരെ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് നേരെ നമ്മുടെ ഫ്രണ്ടിലോട്ട് അങ്ങ് പോയി. കുറച്ച് നേരം അവിടെ നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അണ്ണാൻകുട്ടൻ നമ്മുടെ കൊടുത്ത പഴമൊക്കെ തിന്നുമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങ് ഫ്രണ്ടിൽ പോയി നമ്മുടെ തൂക്കാനുള്ള എല്ലാം അങ്ങ് തൂത്തു. പിന്നെ കുറേ നേരം അങ്ങ് ഫ്രണ്ടിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ അങ്ങ് നിന്ന് കേട്ടോ. ഇത് രാവിലെ ഒരു 10-11 മണി വരെ ഇങ്ങനെ വിടർന്ന് നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഈ പൂ അങ്ങ് വാടിപ്പോകും. പിന്നെ ഇങ്ങനെ നിൽക്കത്തില്ല. രാവിലെയാണ് ഇത് നന്നായിട്ട് കിളിച്ച് നിൽക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണുന്നത്. അപ്പം നമ്മുടെ കിളികൾക്ക് തുളസിയില കൊടുക്കും രാവിലെ. അപ്പോൾ ഈ തുളസിയില കൊടുത്ത് നമ്മുടെ തുളസിയിലയെല്ലാം നല്ല പൊട്ടി കിളിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ പൂവാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. അപ്പോൾ പൂവെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നേരെ നോക്കാൻ നേരത്ത് നമ്മുടെ മുരിങ്ങയൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മുരിങ്ങയും പൂത്തിട്ടുമുണ്ട്, അതുപോലെ തന്നെ മുരിങ്ങ ഒത്തിരി കിളിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ അതെല്ലാം നോക്കി കുറച്ച് നേരം അവിടെ നിന്നു. രാവിലത്തെ ഫുഡല്ല ഇന്ന് കാണിക്കുന്നത്, ഇന്ന് ലഞ്ചിൻ്റെ ഫുഡാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇന്ന് ലഞ്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നല്ലൊരു അവിയലാണ്, ഉള്ള പച്ചക്കറി വെച്ച് കുറച്ച് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കിഴങ്ങൊക്കെ ഞാനങ്ങ് അരിഞ്ഞെടുക്കുവാണ്. അപ്പം നമ്മുടെ തക്കാളി 3-4 അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളി കൊണ്ട് നമ്മൾ അവിയൽ ഉണ്ടാക്കുവാണ്. ചില ഇടങ്ങളിലൊന്നും തക്കാളി കൊണ്ട് അവിയൽ ഉണ്ടാക്കത്തില്ല, പക്ഷെ ഞാൻ തക്കാളി ഇടും കേട്ടോ അവിയൽ വെക്കുമ്പോഴേ. അപ്പോൾ 2-3 വഴുതനങ്ങ ഉണ്ടായിരുന്നു, 3 തക്കാളി ഉണ്ടായിരുന്നു, പിന്നെ ക്യാരറ്റ്, കിഴങ്ങ് ഇത്ര ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് ചെറിയൊരു അവിയൽ ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ പറമ്പിൽ കിളിച്ച നമ്മുടെ ഈ തക്കാളി ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ തക്കാളിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ കുറച്ചൊക്കെ തക്കാളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറി തന്നെ കഴിക്കാവേ. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ പച്ചക്കറി എല്ലാം കൂടെ നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് വെക്കുവാണ്. ഇനി കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെക്കണം. വെള്ളം തുള്ളി ഒഴിച്ചിട്ടുള്ളേ. അപ്പോൾ ഈ നമുക്കിത് മൂടി വെച്ചൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം, തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നില്ല, കുറച്ചെടുത്ത് ഞാൻ വെട്ടിയെടുത്തു. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് 3 പച്ചമുളക്, അതുപോലെ തന്നെ കുരുമുളക്, ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുക്കും. ഇത് അരച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ്, മത്തി വറുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മല്ലിയിലയാണ്. മല്ലിയില നല്ല രീതിയിൽ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് നമുക്ക് നമ്മുടെ വറുക്കാൻ വേണ്ടിയിട്ട്, മത്തി വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ ഒരു അരപ്പിന്. നല്ല അടിപൊളി മത്തി ഫ്രൈ കഴിക്കാം. ഈ മത്തി കഴിച്ച് മടുത്തവർക്കൊക്കെ ഇത് നല്ലതായിരിക്കും. കാരണം അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും. കാരണം മത്തിയല്ലേ, ഇപ്പോൾ കുറേ നാളായിട്ട് മത്തിയാണ്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് മുറിച്ചെടുക്കുവാണ്. എന്നിട്ട് നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കാവേ. ഇനി നമുക്കതെല്ലാം അരച്ച് റെഡിയാക്കിക്കൊണ്ട് വരാം. അപ്പോൾ ദേ മത്തിയൊക്കെ ഇവിടെ റെഡിയാക്കി ഇരിപ്പുണ്ട്. ഇതൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാനിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് 1/2 മണിക്കൂർ വെച്ചേക്കണം. എന്നിലേ നമ്മുടെ ഈ അരപ്പൊക്കെ അങ്ങോട്ട് പിടിക്കത്തുള്ളൂ. പിന്നെ വരയാൻ മറക്കരുത്. ഞാനതങ്ങ് മറന്നുപോയി, പിന്നീടാണ് ഞാൻ വരഞ്ഞത് കേട്ടോ. അപ്പം അതെല്ലാം കൂടെ എന്നിട്ട് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ വെക്കണം. നല്ല ടേസ്റ്റാണ് ഈ മീൻ ഫ്രൈക്ക് കേട്ടോ. നമ്മുടെ
നമ്മുടെ സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഫ്രൈ അല്ല ഇതാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈ തന്നെയാണ്. മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ലേശം ഒരു മുളക് പൊടി, കളറുള്ള മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആവശ്യമില്ല, എന്നാലും ആർക്കെങ്കിലും അത്രയ്ക്ക് ഇച്ചിരി കളർ വേണമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ എന്തായാലും ഇത് മാറ്റി വെച്ചേ വരത്തുള്ളൂ. കാരണം നമ്മുടെ അരപ്പ് നന്നായിട്ട് മീനകത്ത് പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമണിക്കൂർ ഞാനിത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇനി നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഇച്ചിരി മുമ്പ് കാണിച്ചത് നമ്മുടെ ആ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ്, അത് നമ്മുടെ പച്ചക്കറിക്ക് തന്നെ തക്കാളി ഒക്കെ തൈയൊക്കെ നിൽപ്പില്ലേ, അതിനകത്ത് തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പം നമ്മുടെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു നമ്മുടെ മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഈ മീൻ ഫ്രൈ. അപ്പോൾ നമുക്ക് ഈ മീനെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ട് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാം. നമ്മുടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ ഒപ്പം തന്നെ ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ജീരകം കൂടെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ലേശം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് നമ്മൾ വേവിക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് പാകത്തിനാണ് ഇട്ടത്. അഥവാ ഉപ്പ് ഇച്ചിരി ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയാട്ടോ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അവിയൽ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലർ തക്കാളി ഇടും, ചിലർ തക്കാളി ഇടത്തില്ല. അങ്ങനെ പല രീതിയിൽ അവിയൽ ഉണ്ടാക്കും. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിയൽ ഇങ്ങനെയാണോ ഇല്ലയോ എന്ന് പറഞ്ഞേക്കും കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അവിയലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ സാധാരണ തൈരും കൂടെ ചേർക്കാറുണ്ട്. പക്ഷേ ഇന്നെൻ്റെ കയ്യിൽ തൈരില്ലാത്തതുകൊണ്ടാണ് ഞാൻ തൈര് ചേർക്കാഞ്ഞത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെച്ച് കുറച്ച് നേരം, അതൊരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ അവിയൽ റെഡിയാവും. അപ്പോഴത്തേക്കും തൈര് ചേർക്കുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ടേസ്റ്റാണ്. അപ്പം ഇത് എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇതാണ് എനിക്കിഷ്ടവും. നമ്മുടെ കല്യാണത്തിനൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഉള്ള അവിയൽ പോരല്ല കേട്ടോ ഇതൊരു കുറച്ച് വ്യത്യസ്തമാണ്. ഇച്ചിരി അങ്ങോട്ട് ലൂസായിട്ട് കിടക്കുന്ന ഒരു അവിയലാണ് കേട്ടോ. അപ്പം മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും നല്ല കട്ടിയിലൊക്കെ ഇരിക്കും നമ്മുടെ അവിയൽ. ഇത് അതിൽ നിന്നൊരു ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പം ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇച്ചിരി കൂടെ ഉപ്പ് ആവശ്യമുള്ളതായിട്ട് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറുണ്ട്, നല്ല അവിയലുണ്ട്, പിന്നെ തലേ ദിവസത്തെ നല്ല ചൂരക്കറിയുണ്ട്, പിന്നെ നമ്മുടെ നല്ല അടിപൊളി സ്പെഷ്യൽ മത്തി ഫ്രൈ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് ചോറിനകത്തോട്ട് വെച്ച് കൊടുക്കുവാണ്. ചോറും ഇച്ചിരി അവിയലും പിന്നെ നമ്മുടെ മത്തി ഫ്രൈയും പിന്നെ തലേദിവസത്തെ മീൻകറിയും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്.